So hi all, it's me Mohammed Najib Nazar again. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം again വീണ്ടും വന്നിരിക്കുകയാണ്. കുറേ കാലമൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു 3 ആഴ്ച മുമ്പ് ഇതുപോലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഒരു ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ 2-3 മാസമായിട്ട് നമ്മൾ എന്തായിരുന്നു പരിപാടി, എന്തൊക്കെയായിരുന്നു ബാക്ക് എൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുന്ന കുറേ കാര്യങ്ങൾ അന്ന് പെട്ടെന്നൊരു വീഡിയോയിലൂടെ ഞാൻ അനൗൺസ് ചെയ്തു. കാര്യം ഓൾറെഡി ഞാനിപ്പോൾ ദുബായിലാണ്. അപ്പോൾ നമ്മളൊരു ടീമിനെ ബാക്ക് എൻഡിൽ നമ്മൾ പരിപാടികൾ നടത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം ടെലഗ്രാമിൽ അവർ ആക്റ്റീവായി തുടങ്ങും. ടെലഗ്രാമിൽ നിങ്ങൾക്ക് ട്രേഡുകൾ ലൈവ് സപ്പോർട്ട് തന്നു തുടങ്ങും. യൂട്യൂബിൽ നിങ്ങൾക്ക് അന്ന് നടക്കുന്ന വീഡിയോസ് ഇട്ട് തന്നു തുടങ്ങും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു വീഡിയോസും ആ ഒരു ലൈവ് സപ്പോർട്ടും കാര്യങ്ങളും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഇനി നമ്മുടെ മുമ്പോട്ടുള്ള ആ ഒരു എന്താ പറയുന്നത് റിലയബിലിറ്റി, അതായത് വരുന്ന സ്ട്രാറ്റജിയുടെ ആയാലും ബാക്കിയുള്ള കാര്യങ്ങളും ആദ്യം നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് പ്രൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് കഴിഞ്ഞ 1 month ആയിട്ട് കറന്റ്ലി നമ്മൾ എന്താണോ പറഞ്ഞിരുന്നത് അത് അതുപോലെ ചെയ്തു. ഒക്ടോബർ 1-ാം തീയതി നമ്മൾ പ്രോമിസ് ചെയ്തു, അത് കറക്റ്റായിട്ട് ദാണ്ടെ ഒക്ടോബർ 30 വരെ നമ്മളത് ഫോളോ ചെയ്യുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ടെലഗ്രാമിൽ ദ സീക്രട്ട് പിവറ്റ് ബൈ മുഹമ്മദ് നജീബ് നാസർ ഇതുവരെയും ജോയിൻ ആവാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ജോയിൻ ആയിക്കോളുക. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ അവിടെ തരുന്ന സപ്പോർട്ടായാലും യൂട്യൂബിലിടുന്ന വീഡിയോസ് ആയാലും നമ്മൾ എടുക്കുന്ന റിസ്ക് റിവാർഡ് റേഷ്യോ ആയാലും എത്രത്തോളം പ്രോഫിറ്റ് കഴിഞ്ഞ 1 month ജനറേറ്റ് ചെയ്തെന്നുള്ളത് ലൈവായിട്ട് നിങ്ങൾക്ക് അവിടെ ഓരോ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോ സപ്പോർട്ടുകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ആ ഒരു സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു നിങ്ങൾക്കറിയാം. കാര്യം അതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടെലഗ്രാമിൽ നിങ്ങളുടെ അടുത്ത് ജോയിൻ ആയിക്കോളാൻ പറഞ്ഞത്. ഇതുവരെയും ജോയിൻ ആവാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മനസ്സിലാവും. അതായത് ചെറിയ റിസ്ക് വലിയ പ്രോഫിറ്റ്, ഇതായിരുന്നു നമ്മുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്പർ ഓഫ് ട്രേഡ്സ് കൂട്ടുക. ആ നമ്പർ ഓഫ് ട്രേഡ്സിൽ റിസ്ക് വന്നാലും, അതായത് നമുക്ക് ലോസ് അടിച്ചാലും നമ്മൾ ഒരു ദിവസം എടുക്കുന്നത് തന്നെ 1:4, 1:9, 1:8, 1:5, 1:6 അത്തരത്തിലുള്ള പ്രോഫിറ്റ് ആയിരുന്നു. സോ അത്തരത്തിലുള്ള സ്ട്രാറ്റജി ആയിരുന്നു കുറേ ദിവസമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറേ തടസ്സങ്ങളും വിഷയങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കുറേ ആൾക്കാർക്ക് ഫേസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നുകൂടെ ഞാൻ സമറൈസ് ചെയ്തൊന്ന് പറയാം. എന്താണ് കറൻ്റ്ലി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി? നിങ്ങൾക്കറിയാം, CPR എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ ചെയ്തു. ഒരുപാട് പേർക്ക് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ നമ്മൾ കുറേ ടാക്ടിക്സ് അതിനകത്ത് പറഞ്ഞു തന്നു. അതിലൂടെ ഒരുപാട് പേര് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നുണ്ട്. അന്നും ഇന്നും എന്നും എൻ്റെ ഫേവറേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ CPR എന്നേ പറയത്തുള്ളൂ. സോ അത് വർക്ക് എപ്പോഴും ഞാൻ പറയും, മാർക്കറ്റ് ഒരിക്കലും സ്റ്റേബിൾ അല്ല. മാർക്കറ്റ് ഓരോ സമയത്തനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചില സമയത്ത് CPR വർക്ക് ചെയ്യാം, ചില സമയത്ത് നമ്മുടെ വേറെ ഏതെങ്കിലും സ്ട്രാറ്റജി വർക്ക് ചെയ്യാം, ചില സമയത്ത് ഫിബനാച്ചി വർക്ക് ചെയ്യാം, ചില സമയത്ത് പ്യുവർലി സ്വിംഗ് ഹൈസ് സ്വിംഗ് ലോസ് നമ്മൾ അതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസ് ഇത് മാത്രം ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില സമയത്ത് 1 minute മാത്രം വർക്ക് ചെയ്യാം, ചില സമയത്ത് 3 minute വർക്ക് ചെയ്യാം, ചില സമയത്ത് 5 minute വർക്ക് ചെയ്യാം. അങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ആ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് കറണ്ട് മാർക്കറ്റിൽ എന്താണ് വർക്കൗട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്? ബിക്കോസ് എപ്പോഴും ഞാൻ പറയും, മനുഷ്യൻ്റെ ഗ്രീഡ് അല്ലെങ്കിൽ പ്രതീക്ഷ അല്ലെങ്കിൽ പേടി ഈ പറയുന്ന കാര്യങ്ങൾ ഉള്ളിടത്തോളം കാലം സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും വർക്കാവുന്ന ഒരേ ഒരു സംഭവം, ദാറ്റ് ഈസ് ഇമോഷൻ. അപ്പോൾ ഇമോഷനെ ബേസ് ചെയ്തുള്ള സ്ട്രാറ്റജീസാണ് എപ്പോഴും വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിൽ വന്നുകൊണ്ടിരുന്ന സ്ട്രാറ്റജി നമ്മൾ നോക്കിയപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവരും നോക്കുന്ന ഇപ്പോഴത്തെ ഒരു സംഭവമാണ് എന്താണ്? സ്മാർട്ട് മണി കോൺസെപ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നതാണ്, നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മളിപ്പോൾ ടെലഗ്രാമിലായാലും അല്ലാതെ സംസാരിക്കുന്ന സമയത്തായാലും യൂട്യൂബിൽ പറയുന്ന സമയത്തായാലും അതിൻ്റെ കമൻറ്റിൽ നമ്മൾ കാണുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് വരുന്നുണ്ട്. ഇത് എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല ബ്രോ, പ്രോഫിറ്റ് മാത്രം എടുക്കുന്നുണ്ട്, പക്ഷേ അതെങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊന്നും പിടികിട്ടുന്നില്ല. സോ ഒക്ടോബർ ആദ്യം തന്നെ ഞാൻ ഇട്ട വീഡിയോയിൽ പറഞ്ഞതാണ്, നിങ്ങൾ ഒരു രീതിയിലും എക്സ്പ്ലനേഷനും കാര്യങ്ങളും കറൻ്റ്ലി നമ്മളടുത്ത് ചോദിക്കരുത്. അതായത് നമ്മൾ ബിൽഡ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന ടീം എന്ന് പറഞ്ഞാൽ അവർ സോഷ്യൽ മീഡിയയിൽ വീഡിയോസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇട്ടിട്ടുള്ള ടീമല്ല. പ്യുവർലി അവർ ട്രേഡേഴ്സ് ആണ്. അപ്പോൾ ട്രേഡേഴ്സ് അവർക്ക് ട്രേഡിംഗ് എടുക്കാനും അത് സക്സസ് ആക്കാനും മാത്രമാണ് അറിയാവുന്നത്. സോ അവരെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതി കുറവുകൾ കാണും. കാര്യം അവർ ഒരിക്കലും എന്താ പറയുന്നത് ഹാർഡ്ലി നല്ലൊരു മെൻറ്ററോ കാര്യങ്ങളോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവർ കൂടുതലും ട്രേഡറാണ്. സക്സസ്ഫുൾ ട്രേഡ്സ് എടുക്കുക. സക്സസ്ഫുൾ ട്രേഡ് എടുക്കുന്നത് വേറെ, മെൻറ്റർഷിപ്പ് വേറെ, പ്രസൻറ്റേഷൻ വേറെ. ഇത് മൂന്നും ഡിഫറെൻ്റ് ആണ്. സോ നമ്മളത് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. സോർട്ട് ഔട്ട് ചെയ്യാമെന്ന് നമ്മൾ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളും നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി, ഇതിൽ പ്രസൻറ്റേഷൻ സ്കില്ലുള്ള നമ്മുടെ ടീമിൽ ഒരാളെ ഹയർ ചെയ്യണം, അതുപോലെ മെൻറ്റർഷിപ്പിന് നമ്മൾ ഒരാളെ ഹയർ ചെയ്യണം. ഏതാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി ആ സ്ട്രാറ്റജിയിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണവും വേണം. അപ്പോൾ ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് പെർഫോം ചെയ്ത് പോകാൻ പറ്റുന്നത്. സോ ആ ഒരു പരിപാടി അല്ലെങ്കിൽ ആ ഒരു വിഷയം
കംപ്ലീറ്റ്ലി നമ്മളിന്ന് സോൾവ് ചെയ്യുകയാണ്. സോ നമ്മൾ വർക്ക് ചെയ്യുന്ന കംപ്ലീറ്റ് സംഭവങ്ങളും, അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന ട്രേഡ്സ് ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ഇപ്പോൾ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജിയും ITS, വിച്ച് ഈസ് നമ്മളൊരു 3 to 4 months ബാക്ക് ഇതിന്റെ സീരീസ് ഇറക്കാനായിട്ട് ഇരുന്നതാണ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് എബ്രോഡ് വരേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജി ഇതാണ് നമ്മൾ ഇവിടെ ഇറക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അത് അവിടെ വെച്ച് സ്റ്റോപ്പായി പോയി. സോ അത് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. സോ ആദ്യം നമ്മൾ ചെയ്യുന്ന ഈ ഒരു സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ, അല്ലെങ്കിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ് പോലത്തെ അതുപോലെ വരുന്നൊരു കോൺസെപ്റ്റാണ് ICT, ഇന്നർ സർക്കിൾ ട്രേഡ്. ഇത് കുറേ ആൾക്കാർ ICT ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ സ്മാർട്ട് മണി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഇത് രണ്ടും കമ്പൈൻ ചെയ്തുകൊണ്ട് അറ്റ് എ ടൈം കോമൺ ആയിട്ട് രണ്ടിലും എവിടെയാണ് ഒരു എൻട്രി പോയിന്റ് നമുക്ക് കിട്ടുന്നത്, ആ എൻട്രി പോയിന്റ് കണ്ടെത്തി അത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ സ്ട്രക്ചറുമായിട്ട് നോക്കുമ്പോൾ എൻട്രി ഓപ്ഷൻ ആണെങ്കിൽ മാത്രം, റിസ്ക് റിവാർഡ് കൂടുതലുണ്ടെങ്കിൽ മാത്രം കണ്ടുപിടിച്ച് എൻട്രി ആവുന്ന നമ്മൾ കണ്ടുപിടിച്ച സ്ട്രാറ്റജിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജി. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റും വർക്കാവും, CPRും വർക്കാവും, ഇന്നർ സർക്കിൾ ട്രേഡും വർക്കാവും. ഇത് അറ്റ് എ ടൈമിൽ ഒരുമിച്ച് വരുമ്പോൾ ഹ്യൂമൻ ഇമോഷനുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്തെടുക്കാം. സോ അതാണ് കറന്റ് നമ്മൾ ചെയ്തതും നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നതും, ടെലഗ്രാമിൽ ഇടുന്നതും യൂട്യൂബിൽ ഇടുന്നതും. വിത്ത് പ്രൂഫാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മാസം നല്ലതായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഇനി അത് കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്നു, അപ്പോൾ എന്തിൻ്റെയും ഒരു സക്സസിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അതിന്റെ ഫൗണ്ടേഷൻ ആണ്. സോ ആ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിക് ടേംസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന്, നമ്മളിപ്പോൾ ഒരു ടെലഗ്രാമിൽ ഒരു ഓഡിയോ ഇട്ടാൽ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ നിർത്തിവെച്ച ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജി സീരീസ് നമ്മൾ വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. സോ അത് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നല്ല രീതിയിൽ പ്രസന്റേഷൻ സ്കില്ലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ പറ്റുന്ന പുതിയ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ആണ്, നമ്മുടെ ന്യൂ മെൻറ്ററാണ് മിനി. അപ്പോൾ മിനിയുടെ ഫോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സ്ക്രീനിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി തൊട്ട് വെബ് സീരീസ് ഉടനെ, അതായത് ഇതിനെക്കുറിച്ചുള്ള ITS സീരീസ് ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ എന്ത് സംശയമുണ്ടെങ്കിലും പരമാവധി നിങ്ങൾ കമന്റിൽ തന്നെ ചോദിക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് ഓൾറെഡി നമ്മൾ വാട്സപ്പിന്റെ ഒരു ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അപ്പോൾ അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും അവിടെ സോൾവ് ചെയ്ത് തരും. അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ മെയിൻ ആയിട്ടുള്ള മെൻറ്ററിന്റെ അടുത്തോട്ട് പോകും. ആൻഡ് ഇറ്റ്സ് ഫ്രീ, കംപ്ലീറ്റ്ലി ഫ്രീ. ഓക്കെ, കാര്യം ഈ കാര്യം മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മൾ ടെലഗ്രാമിൽ ഇടുന്ന കാര്യങ്ങളായാലും അല്ലാത്ത നമ്മൾ വോയിസ് ഇടുന്ന കാര്യങ്ങളായാലും വൈകിട്ട് യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഇതോടെ റിസോൾവ് ആവുമെന്ന് വിശ്വസിക്കുന്നു. സോ ഓക്കെ, സോ സെക്കൻഡ് തിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എല്ലാവരും ഇനി ആരായിരിക്കും നമ്മളെ ലീഡ് ചെയ്യാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് സീരീസ് എടുക്കാനായിട്ട് ഒരാളെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിനിയുടെ പ്രസന്റേഷൻ സ്കില്ല് ഞങ്ങൾ വളരെയധികം നോക്കിയതാണ്. ഷീസ് ഹൈലി കേപ്പബിൾ. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കപ്പാസിറ്റി ഉള്ളൊരു ലേഡിയാണ്, നല്ലൊരു പ്രസന്റേഷൻ സ്കില്ലുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഒരാളും മിസ് ചെയ്യാതെ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു സീരീസ് മാക്സിമം മിനിയുടെ ആ ഒരു ബേസിക്സിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. ഓക്കെ, ദെൻ ഇനി നിങ്ങൾ രണ്ടാമത് പരിചയപ്പെടേണ്ടതാണ് അനീഷ്. അനീഷ് ആണ് നമ്മുടെ സ്മാർട്ട് മണിയുടെയും ICTയും ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്കപ്പോഴും നിങ്ങൾക്ക് കാണാം അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് കൂടുതലും ടെലഗ്രാമിൽ ഈ ഒരു വോയിസും കാര്യങ്ങളും ഇടുന്നത്. അപ്പോൾ അനീഷിന് ഇതിന്റെ ബേസ് മുതലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് ഒരു വോയിസിലൂടെ. നേരെ മറിച്ച് നിങ്ങളെ ഇപ്പോൾ ഒരു സൂം കോളിലൂടെ അല്ലെങ്കിൽ ഒരു സൂം മീറ്റിങ്ങിലൂടെ കിട്ടുവാണെങ്കിൽ വിത്ത് ഫൗണ്ടേഷൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് അതിന്റെ ആഫ്റ്റർ സെയിൽ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ പരിചയപ്പെടേണ്ട ഒരാൾ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് അറിയായിരിക്കും, എസ്പെഷ്യലി നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ മുമ്പ് CPR ബേസിലുള്ള വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. ആൻഡ് ദാറ്റ് ഈസ് അഭിലാഷ് ബാബു സി. അപ്പോൾ പുള്ളിയാണ് ഇതിന്റെ ടെലഗ്രാമിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ലൈവിൽ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതും, ആ അപ്ഡേറ്റ് ചെയ്യുന്ന ട്രേഡ്സിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റർ ആവുന്ന ഒരു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ കാര്യങ്ങളും ഇതൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പം പുള്ളിയാണ് അതിനകത്ത് കൂടുതലും വോയിസും കാര്യങ്ങളും ഇടുന്നത്. എന്തിനാണ് ഞാൻ ഓരോരുത്തരെയും പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് ഏത്
ഫീൽഡിലാണോ അല്ലെങ്കിൽ ഏത് സ്ട്രീമിലാണോ സംശയം, അപ്പോൾ അത് ആ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിലാണ് നമുക്ക് സംശയം എന്ന് പറയുമ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ 3 പേരെ നിങ്ങൾ പരിചയപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒരാൾ ഇതിനകത്ത് നിങ്ങൾക്ക് സീരീസിനെ കുറിച്ച് ഓരോ വീഡിയോസ് ആയിട്ട് ഇനി ഇട്ട് തരും. അപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ബേസിക്സും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാം. രണ്ടാമത് ഇതിൻ്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡ് 3ഉം ക്ലബ് ചെയ്ത് വരുന്ന സമയത്ത് എവിടെയാണോ ഇരിക്കുന്നത് ആ ട്രേഡ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എടുത്തു തരാനായിട്ട് അനീഷുണ്ട്. ഇനി ആ ഇടുന്ന ട്രേഡിൽ വേറെ എന്തെങ്കിലും മാറ്റമോ ഉടനെ തന്നെ ഫ്ലിപ്പ് ട്രേഡ് എടുക്കണോ അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ഇന്ന പൊസിഷൻ സൈസിങ്ങിൽ മാത്രമാണോ എൻ്റർ ആവേണ്ടുള്ളത് ആ കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വോയിസിലൂടെ അഭിലാഷുണ്ട്. സോ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി നമ്മുടെ ബാക്ക് ആൻഡ് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ഒക്കെ ബാക്കിയുള്ളവരാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയേണ്ടതായിട്ടില്ല. ബിക്കോസ് ഫ്രണ്ട് എൻഡിൽ നിങ്ങൾക്ക് അറിയേണ്ടി വരുന്നത് ട്രേഡ് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ്. അത് ഈ പറയുന്ന 3 ആൾക്കാരിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. സോ നമ്മുടെ പ്രോസസ്സ് നമ്മളൊന്നുകൂടെ പറയാം. നിങ്ങൾ വെബ് സീരീസിലൂടെ അല്ലെങ്കിൽ വരുന്ന സീരീസിലൂടെ കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈവ് മാർക്കറ്റ് അനാലിസിസും നിങ്ങളുടെ യുക്തിയും ഉപയോഗിച്ച് ഒരു ട്രേഡ് അനീഷ് ഇടുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് ക്ലബ് ചെയ്ത് നിങ്ങളുടെയും കൂടെ സ്റ്റഡി നടത്തിയിട്ട് വർക്കൗട്ട് ആവുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് എൻ്റർ ആവുക. ആ എൻ്റർ ആവേണ്ട സമയത്ത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിലാഷ് അവിടെ വോയിസ് ഓവറായിട്ട് നിങ്ങൾക്ക് കിട്ടിത്തരും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വളരെ ആപ്റ്റായിട്ട് എടുക്കുക. അപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ നമ്മൾ ടെലഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജിയുടെ സക്സസ് റേഷ്യോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വെറുതെ നമ്മൾ ട്രേഡിംഗ് ടൈം കഴിഞ്ഞിട്ട് പറയുന്നതല്ല, ട്രേഡിംഗ് സമയത്ത് തന്നെ നമ്മൾ പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇത് പബ്ലിക്കലി ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, വളരെ ചെറിയ റിസ്കിൽ വളരെ ഹൈ റിട്ടേൺ എടുക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. മാക്സിമം നിങ്ങൾ എല്ലാവരും ഗ്രാബ് ചെയ്ത് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇനി 3ാമത്തെ അനൗൺസ്മെന്റ്. അപ്പോൾ എല്ലാവരും എസ്പെഷ്യലി എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പേഴ്സണലി ചോദിക്കുന്നുണ്ട്. 1 സെക്കൻഡ്, ഞാൻ എൻ്റെ ഫോൺ എടുത്താൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ജസ്റ്റ് വെയിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ കാണുന്ന എൻക്വയറീസ് എല്ലാം നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഈ എൻക്വയറീസ് എല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പറയുന്ന എൻക്വയറീസ് എല്ലാം നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് ആൾക്കാർ എൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അതിനകത്ത് ഒരാൾക്ക് പോലും ഞാൻ റിപ്ലൈ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ, ക്ലിയർ ആയിട്ടുള്ള ക്വാളിറ്റി സർവീസ് നമുക്ക് എന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു, അതിന് തിട്ടമാവുന്ന ഒരു സമയം വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ കാര്യം അനൗൺസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഹോപ്പ്ഫുള്ളി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സോർട്ടഡ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നവംബർ 15 നമ്മൾ നിർത്തിവെച്ചിരുന്ന, കഴിഞ്ഞ 5 മാസമായിട്ട് നമ്മൾ നിർത്തിവെച്ചിരുന്ന TSP വർക്ക്ഷോപ്പ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും അത് വളരെയധികം സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. കാര്യം മാർക്കറ്റിൽ എപ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു സർവീസ് ഉണ്ട്. ആ സർവീസ് നിങ്ങൾക്ക് ഹൈലി ബെനിഫിഷ്യൽ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് കൂടാതെ വർക്ക്ഷോപ്പിൻ്റെ രീതി എന്താണ്, വർക്ക്ഷോപ്പിൻ്റെ സ്ട്രക്ചർ എന്താണ്, മുമ്പത്തെ പോലെ ഒരു 1 ഡേ വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ദിവസം പറഞ്ഞു തന്നിട്ട് ഇനി നിങ്ങൾ ട്രെയിനിങ് എടുത്തോ അങ്ങനെയുള്ള പറയുന്ന പരിപാടി ഇതൊന്നുമല്ല. കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തുള്ള പരിപാടിയാണ്. അതായത് എന്താ പറയുക, നിങ്ങൾക്ക് അച്ഛ പരിപാടി കിട്ടാൻ പോകുന്ന പരിപാടിയാണ്. ഇതിനകത്ത് എസ്പെഷ്യലി കുറച്ച് ഹൈലൈറ്റ് ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട്. അതായത് ഓൾറെഡി നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരാലോചിക്കും, അയ്യോ ഇത് ഓൾറെഡി നമ്മൾ നജീബിൻ്റെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തതല്ലേ, ഇനി ഈ കോൺസെപ്റ്റ് പഠിക്കാനായിട്ട് നമ്മൾ ഇനി വളരെ ഭീകര എമൗണ്ടും കാര്യങ്ങളൊക്കെ പേ ചെയ്യേണ്ടി വരിക. അങ്ങനെയൊന്നും ഒരു ടെൻഷനും വേണ്ട. ആ എക്സൈറ്റിംഗ് ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനി അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട. വർക്ക്ഷോപ്പ് എങ്ങനെയായിരിക്കും, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, അതിൻ്റെ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് വെൽ റിഫൈൻഡ് ആയിട്ട് തന്നെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടതുള്ള ഒരേ ഒരു കാര്യം, വൺസ് ഈ സ്ട്രാറ്റജിയുടെ സക്സസ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ മുമ്പത്തെ അതേ സെറ്റപ്പ് തന്നെയാണ്. നമ്മൾ ഒരുപാട് ആൾക്കാരെ ഒരു വർക്ക്ഷോപ്പിലെടുത്ത് 50-100 പേരെ ആൾക്കാരെ എടുത്ത് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എപ്പോഴും ലിമിറ്റഡ് ആൾക്കാരെ മാത്രം എടുക്കും, അവരെ ട്രെയിൻ ചെയ്യും, അവർ സെറ്റാവും. എപ്പോഴെങ്കിലും അവർ സെറ്റായി വരുമ്പോഴത്തെ അവരിൽ നിന്ന് ബ്രില്യൻ ട്രേഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ടീമിലോട്ട് എടുക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ആ കാര്യങ്ങളൊക്കെ അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. സോ പറയാനുള്ള 3 കാര്യങ്ങളും പറഞ്ഞു. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് പ്രശ്നമായിരുന്നു ഞാൻ 2 മാസമായിട്ട് അവൈലബിൾ അല്ലായിരുന്നത്. അത് ഒക്ടോബർ മാസം ഞാൻ പറഞ്ഞ ദിവസത്തിൻ്റെ പിറ്റേന്ന് മുതൽ ഇന്ന് വരെ നമ്മളത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ടെലഗ്രാം കയറി നോക്കിയാൽ മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം,
ആ ഒരു ഇത്രയും ദിവസം നടത്തിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് ഇത് പുതിയ ഒരു സ്ട്രാറ്റജിയാണ്. സോ ഈ ഒരു പുതിയ സ്ട്രാറ്റജി വന്നപ്പോൾ കുറേ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത കുറേ സംഭവങ്ങളുണ്ട്. സോ അതിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് സീരീസ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സീരീസിൽ നിങ്ങൾ ആളെ കോൺടാക്ട് ചെയ്യണമെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു. അതിനുശേഷം ആ സീരീസ് പഠിച്ചതിന് ശേഷം അതിനെ ബേസ് ചെയ്തുള്ള ട്രേഡുകൾ നമുക്ക് ടെലഗ്രാമിൽ വരും. അപ്പോൾ അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം. ഇത് കൂടാതെ അതിനകത്ത് വരുന്ന വോയിസിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം. അപ്പോൾ ഈ പറയുന്ന 3 സെഗ്മെന്റ് ആയിരുന്നു നിങ്ങൾക്ക് സംശയമായിട്ടുള്ളത്. അതെല്ലാം കംപ്ലീറ്റ്ലി റിസോൾവ് ചെയ്താണ് ഈ പരിപാടിയെല്ലാം സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം സോൾവ് ചെയ്തതിന് ശേഷം ക്വാളിറ്റി സർവീസ് എപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അന്ന് മാത്രമേ ഞാൻ വർക്ക്ഷോപ്പ് റീസ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞോളായിരുന്നു. സോ എനിക്ക് അതിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്. സ്ട്രാറ്റജിയുടെ സക്സസ് നമ്മൾ തെളിയിച്ചു. സോ ടീമിനെ അസൈൻ ചെയ്യണം, അത് അസൈൻ ചെയ്തു. ബേസിക്സ് കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള വെബ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഇനി വെയിറ്റ് ഫോർ ദ ലോഞ്ച് ഓഫ് വർക്ക്ഷോപ്പ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. November 15th നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ലിങ്കിൽ പോവുക, ക്ലിക്ക് ചെയ്യുക, സംസാരിക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ട്രേഡൊക്കെ അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം എപ്പോഴും പറയുന്ന കാര്യമേ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ, മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. പക്ഷേ ആ ഓരോ സമയത്തും എന്താണോ മാർക്കറ്റിൽ കറക്റ്റായിട്ട് വർക്കൗട്ട് ആകുന്നത് അത് കണ്ടെത്തുന്നതിലാണ് കാര്യം. ഞങ്ങളുണ്ട്, നിങ്ങൾ റെഡി ആയിക്കോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.